ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ്. എന്നാൽ പിന്നെ ഒരു വ്ളോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കസിൻ രമ ചേച്ചിയുടെ മോൻ ശേഖറിൻ്റെ മാരേജാണ്. തൃശ്ശൂർ വെച്ചിട്ടാണ് കല്യാണം. ഞങ്ങൾ രാവിലെ 6:30 തന്നെ ഇറങ്ങി വടക്കുന്നാഥ അമ്പലത്തിലെ എല്ലാം തൊഴുത് ഒരു 9:45 10 മണിയോടടുത്ത് ഓഡിറ്റോറിയത്തിലെത്തി. പക്ഷേ ഉച്ചയോടടുത്തിട്ടാണ് മുഹൂർത്തം. അതിനാൽ ഓഡിറ്റോറിയം കാലിയായിരുന്നു. അധികം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ അവസരം മുതലെടുത്ത് ഞങ്ങൾ കുറേ സെൽഫീസും ഫോട്ടോസെല്ലാം എടുത്തു. ഭയങ്കര ഡെക്കറേഷനൊക്കെ ആയിരുന്നു. ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഗണപതിയും ശ്രീകൃഷ്ണനും ദേവിയും എല്ലാം വെച്ച് വളരെ മനോഹരമായി അവർ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് സമാധാനമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി. കല്യാണപ്പെണ്ണ് അകത്തോട്ട് കയറിപ്പോയി. ഞങ്ങൾ ഇപ്പോഴും പുറത്ത് തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരും വന്നിട്ടില്ല. ജ്യൂസ് കൗണ്ടർ ഓപ്പൺ ആയതല്ല, ശിവഗംഗ ഇടയ്ക്കിടയ്ക്ക് പോയി ജ്യൂസ് കുടിക്കുന്നുണ്ട്. ജ്യൂസ് കുടിച്ചിട്ടുള്ള വരവാണ് ഈ കാണുന്നത്. അതിനുശേഷം നോക്കിയപ്പോൾ അതേ സുരാജേട്ടനും നമിതയും അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുന്നു. കൊച്ചമായും ഉണ്ട് കൂടെ. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ച് അവരകത്തേക്ക് വരികയാണ്. അതിനിടയ്ക്ക് കുറേ അധികം ആളുകൾ കല്യാണ മണ്ഡപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോട്ടോസിനും വീഡിയോസിനും സപ്പോർട്ട് തരുന്ന ഒരു വലിയ ഫാമിലിയാണ് ഞങ്ങളുടേത്. ഈ ശേഖറിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ പോയില്ല. ആ സമയത്ത് എൻ്റെ വീഡിയോസ് മിസ് ചെയ്തു എന്ന് ഒരുപാട് പേര് ഫോൺ ചെയ്ത് പറഞ്ഞു, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം അവരെന്നെ ഓർത്തല്ലോ. അതുകൊണ്ട് അങ്ങനെ പലതരം ജ്യൂസ് ഉണ്ട്. പച്ച, ഓറഞ്ച്, ചുമപ്പ്, മഞ്ഞ, അങ്ങനെ ഒരുപാട് തരം ജ്യൂസ് ഉണ്ട് അവിടെ. എല്ലാവരും ഇങ്ങനെ വന്ന് ജ്യൂസ് കുടിക്കുകയാണ്. എനിക്ക് തണുപ്പ് പറ്റാത്തതുകൊണ്ട് ഞാനൊരു തണുപ്പില്ലാത്തൊരു വാട്ടർമെലൺ കഴിച്ചു. അങ്ങനെ പാറക്കുട്ടി എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴും കല്യാണത്തിനൊക്കെയാണ് പാറക്കുട്ടിയെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെയൊന്നും അത്ര പരിചയമില്ല. തൃശ്ശൂർ വടക്കുന്നാഥ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള നന്ദനം ഓഡിറ്റോറിയമാണിത്. ഏകദേശം ഒരു 1500-2000 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഹോളാണ്. ഭക്ഷണത്തിനുള്ള കൗണ്ടർ തൊട്ട് താഴെ ദ്വാരക എന്നുള്ള ഒരു ഏരിയയാണ്. ഓരോ ഓഡിറ്റോറിയത്തിന് ഓരോരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ 2-3 ഓഡിറ്റോറിയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വലിയ ഓഡിറ്റോറിയമാണ്. അവിടെ സൈഡിലെ സ്ക്രീനിൽ ശേഖറിൻ്റെയും അപർണയുടെയും എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസും വീഡിയോസും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റിന് വരാത്തവർക്ക് ഇതെല്ലാം കാണാമല്ലോ. അപ്പോൾ ശിവഗംഗ അതെല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ. അപ്പോഴേക്കും ഭവാനി ചേച്ചിയമ്മയും ഫാമിലി എത്തി. ശ്രീചേട്ടനും ശ്രീകലയും കുട്ടികളും വല്യച്ഛനും ചേച്ചിയമ്മയും എല്ലാം കയറി വരികയാണ്. അപ്പോൾ ശ്രീചേട്ടനും ശ്രീകലയും ചോദിക്കുന്നുണ്ടായിരുന്നു, അഞ്ജുവിൻ്റെ വ്ളോഗില്ലാതെ എന്ത് കല്യാണം? അത് തന്നെ, വ്ളോഗില്ലാതെ ഒരു കല്യാണം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ. കാരണം നമ്മുടെ ഫാമിലീനെ എല്ലാവരെയും കാണാം, മീറ്റ് ചെയ്യുക, സംസാരിക്കാം, അവരുടെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. ഇതെല്ലാമാണ് ആ ഒരു കല്യാണത്തിൻ്റെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ എല്ലാവരും കുറേ നാളുകൂടി കല്യാണത്തിനാണ് കാണുന്നത്. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അവിടെ ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്കാണ്. ഓടക്കുഴലും വീണയും തബലയും വയലിനും എല്ലാം ആയിട്ട് ഈ ഒരു ടീം നല്ലതായിട്ട് പെർഫോമൻസ് അവിടെ ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം അത് കേട്ടിരുന്നു. കുറേ പേര് അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉഷ ചേച്ചിയും ഫാമിലിയും വന്നിരിക്കുകയാണ്. ഉഷ ചേച്ചി മകൻ വിഷ്ണുവിൻ്റെ ബേബി ആരവിനെ ഇങ്ങനെ കയ്യിലെടുത്തിരിക്കുകയാണ്. ആരവ് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ആരൊക്കെ അതൊന്നും ഞെട്ടലോടെയാണ് കൊച്ചു നോക്കുന്നത്. ഇതാണ് വിഷ്ണുവിൻ്റെ ഭാര്യ രോഷിമ, എല്ലാവരും ഉണ്ട്. രോഷിമയുടെ അമ്മയുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങളൊക്കെ കണ്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞു. ആരവൻ ഇനിയും ഞെട്ടൽ മാറിയിട്ടില്ല. അങ്ങനെ എല്ലാവരുടെയും കൂടെ സംസാരിച്ച് ഫോട്ടോ എടുത്തു. അപ്പോഴേക്കും രാജി ചേച്ചിയും ദിനേശ് ചേട്ടനും കൃഷ്ണയും വന്നിരിക്കുകയാണ്. അങ്ങനെ അവരും വന്ന് അകത്തേക്ക് കയറി. അവിടെ കൂടെ വന്ന ജയചേച്ചിനെ വിജയിച്ചിനെ ഫോട്ടോ കിട്ടിയില്ല. അപ്പോഴേക്കും പയ്യനും ഫാമിലിയും പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയി. പയ്യനെ സ്വീകരിക്കാൻ വരുന്നതിന് വെയിറ്റ് ചെയ്തപ്പോൾ കുറച്ച് യങ്സ്റ്റേഴ്സിന് ഫോട്ടോ എടുത്തു. ഞാനും രോഷിമയും ലക്ഷ്മിയും ചേർന്ന്. അതിനുവേണ്ടി വിഷ്ണു പറഞ്ഞ കമൻറ്റുകൾക്ക് കയ്യും കണക്കുമില്ല. രഞ്ജന ചേച്ചി ഒരു സൂപ്പർ മേക്ക് ഓവറിലായിരുന്നു. അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് എല്ലാവരും കൂടെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ദിലീപേട്ടനും വേണുചേട്ടനും എല്ലാം ഇങ്ങനെ വീഡിയോയിൽ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ നമ്മുടെ കല്യാണച്ചക്കൻ ശേഖർ എത്തി. ശേഖറിൻ്റെ കൂടെ അച്ഛൻ മനോജേട്ടനും അമ്മ രമചേച്ചിയും ഉണ്ട്. കല്യാണപ്പെണ്ണിൻ്റെ അച്ഛൻ ഫാമിലി അവിടെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും താലപ്പൊലിയൊക്കെയായിട്ട് ശേഖറിനെ ഫാമിലീനെയും അകത്തേക്ക് വെൽക്കം ചെയ്യണം. ഒരുപാട് താലങ്ങളുണ്ടായിരുന്നു. എല്ലാവരും നല്ല പട്ടുസാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരികളായി താലം പിടിച്ച് ശേഖറിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ശേഖർ സ്റ്റേജിലെത്തി അപർണയെ വെയിറ്റ് ചെയ്യാണ്. രമ ചേച്ചിയും ഉഷ ചേച്ചിയും ഫാമിലി എല്ലാവരും സ്റ്റേജിലുണ്ട്. അങ്ങനെ അപർണയെ വെയിറ്റ് ചെയ്ത് ശേഖർ ഇങ്ങനെ ഇരിക്കുകയാണ്. ചുമപ്പും ഗോൾഡനും കളർന്ന പട്ട് സാരിയിൽ അതിസുന്ദരിയായിട്ട് നമ്മുടെ അപർണ വന്നുകൊണ്ടിരിക്കുകയാണ്. അപർണയുടെ അച്ഛനും അമ്മയും കൂടെയുണ്ട്. കൂടെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. അങ്ങനെ താലികെട്ടിൻ്റെ സമയമായി.
ശേഖറും അപർണയും അങ്ങനെ വിവാഹിതരായിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫേഴ്സിന് ഫോട്ടോ കിട്ടാൻ വേണ്ടി അവർ താഴേന്ന് മുകളിൽ നിന്നും ഡ്രോൺ വെച്ച് എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. അവരാണ് ഇവിടെ മെയിൻ താരങ്ങളെന്ന് തോന്നും. ഒരു സ്റ്റേജിൻ്റെ പകുതിയും ഫോട്ടോഗ്രാഫേഴ്സാണ്, അവരുടെ ആളുകളാണ്. അവരെ കണ്ടോ, ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഫുൾ ഫോട്ടോഗ്രാഫേഴ്സ് മയമാണ്. അങ്ങനെ ഓരോ ചടങ്ങ് അവിടെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫേഴ്സ് കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് വരാതെ പിടിച്ചു നിൽക്കുന്നത്. അവർക്കിതിൻ്റെ ഇടയ്ക്ക് വന്ന് നിന്നാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ശേഖറിനും അപർണയ്ക്കും ഒരു സന്തോഷമുള്ള, സ്നേഹമുള്ള, സമാധാനപൂർവ്വമായ ഒരു വിവാഹ ജീവിതം ആശംസിക്കുന്നു. ബാക്കിയുള്ള ചടങ്ങുകൾ ഓരോന്നായി അവിടെ നടക്കുകയാണ്. മാലയിട്ടു, ബൊക്ക കൊടുത്തു, ഇനി കൈപിടിച്ചു കൊടുക്കുന്ന ചടങ്ങാണ്. അപർണയുടെ അച്ഛൻ കൈപിടിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഇവൻറ്റിലേക്ക് വരികയാണ്. നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കണ്ട് വർത്താനം പറയുക. നമ്മുടെ വിജി ചേച്ചിയും രാജി ചേച്ചിയും കുട്ടികളും അവിടെ നിൽക്കുന്നുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഞാൻ അവരെ പിടിച്ച് നിർത്തി ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തതാണ്. അവർക്ക് ഇത്തിരി ധൃതിയുള്ളതുകൊണ്ട് അവർ ഫസ്റ്റ് പന്തി തന്നെ പോയിരുന്ന് കഴിക്കാൻ പോയി. അതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു. വല്യമ്മയുടെയും അമ്മയുടെയും സാരി കുറച്ച് മാച്ച് ഉള്ളതുകൊണ്ട് അവർ ഒരുമിച്ചൊരു ഫോട്ടോസ് എടുത്തു. ശ്രീചേട്ടൻ പറഞ്ഞു മുണ്ടെടുക്കണ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തേക്കരുതെന്ന്. പക്ഷെ അത് കട്ട് ചെയ്താൽ ഈ യൂട്യൂബിൻ്റെ തന്നെ നാച്ചുറാലിറ്റി പോവില്ലേ, വീഡിയോയുടെ നാച്ചുറാലിറ്റി പോകും. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ബാക്കി എല്ലാവരും അങ്ങോട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞേച്ചിയും രമച്ചേച്ചിയും സംസാരിക്കുന്നുണ്ട്. അച്ഛൻ വേറെ ആരോടോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കല്യാണം എന്ന് പറഞ്ഞ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ രണ്ട് ഫാമിലി തമ്മിലുള്ള ബന്ധം മാത്രമല്ല, നമ്മുടെ കുറേ കാലമായിട്ട് കാണാത്ത ഫ്രണ്ട്സിനെയും ഫാമിലി ആൾക്കാരെയും കാണുക, അവരോട് വർത്തമാനം പറയുക. ഇപ്പോൾ എല്ലാവരും ബന്ധുവീട്ടിലെല്ലാം പോകുന്നത് കുറവാണല്ലോ. അതുകൊണ്ട് ഈ കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ മാത്രമേ എല്ലാവരും പരസ്പരം കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കണ്ട് കുറേ നേരം വർത്തമാനം പറയുമ്പോൾ തന്നെയാണ് ആ കല്യാണത്തിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുക. അതിനാണ് എല്ലാവരും കല്യാണത്തിന് പോകുന്നത് തന്നെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ജയ ചേച്ചിയും വിജി ചേച്ചിയും രാജി ചേച്ചിയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പോവുകയാണ്. അവർക്ക് കുറച്ച് അർജൻറ്റുണ്ട്. അങ്ങനെ എല്ലാവരും ചാച്ച ബൈ ബൈ എല്ലാം പറഞ്ഞു പോയി. അതുകൊണ്ട് അവർ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയ്ക്ക് ഇല്ലായിരുന്നു. അത് വല്ലാത്ത വിഷമമുള്ളൊരു കാര്യമാണ്. ഫാമിലി ഫോട്ടോയ്ക്ക് എല്ലാവരും വേണമല്ലോ. ശിവഗംഗ ഫസ്റ്റ് പന്തി തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അച്ഛനും അമ്മയും കുഞ്ഞേച്ചിയും എല്ലാം കഴിക്കുന്നുണ്ട്. ആദിയുടെയും കശിയുടെയും നടുക്കാണ് ഞാനിരുന്നത്. അതിനപ്പുറത്ത് ശ്രീകലയും ശ്രീചേട്ടനും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചോറൊക്കെ ഉണ്ട്, പായസമൊക്കെ കുടിച്ച് അടുത്ത് ഫാമിലി ഫോട്ടോ എടുത്തു. ഇതാണല്ലോ മെയിൻ ഇവൻറ്റ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് തന്നെ. അങ്ങനെ എല്ലാവരും ടാറ്റ ബൈ ബൈ പറയുന്ന നേരായി എല്ലാവരും പോവുകയാണെന്നുള്ള പറയാണ്. ഇനി അടുത്ത് എന്ന് കാണാമെന്നുള്ള ഡിസ്കഷനിലാണ് എല്ലാവരും. അച്ഛനും അമ്മയും കുഞ്ഞേച്ചിയും എല്ലാവരും അവിടെ ഉണ്ട്. ശ്രീചേട്ടനും വലിയച്ചമ്മയും എല്ലാം അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ അടുത്തായി പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴാണ് മുന്നത്തെ കല്യാണത്തിലെ പുതിയ ചെക്കനും പുതിയ പെണ്ണും പെട്ടെന്ന് മുന്നിൽ വന്നത്. അവരിതുവരെ കണ്ടില്ലായിരുന്നു. അങ്ങനെ ജിഷ്ണുവിനോടും ലക്ഷ്മിയോടും കൂടെ സംസാരിച്ചിട്ട് അവരുടെ 2-3 ഫോട്ടോസ് എടുത്ത്, പിന്നെ സെൽഫി മസ്റ്റാണല്ലോ, അതെല്ലാം എടുത്ത് ഞങ്ങൾ പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും പോയി തുടങ്ങി. കുറേ ആളുകൾ താഴത്തെ ഫ്ലോറിലാണ് ഭക്ഷണം, അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും എല്ലാവരും പുറത്തേക്ക് വന്നു. സുരാജേട്ടനും അമിതയും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശേഖറിൻ്റെ അപർണയുടെ കല്യാണം കഴിഞ്ഞു. ഒക്കെ അവർക്കൊരു ഏറ്റവും സുന്ദരമായ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ആശംസിച്ചുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ നിർത്തുകയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.